ഇതിൽ ഏറ്റവും കൂടുതൽ ഈ സിം കാർഡുകൾ ഇയാൾക്ക് നൽകുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഒരു ശ്രദ്ധ. നമസ്കാരം. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതിക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 2022 ഒക്ടോബർ 22-നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പ്രതി ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രാണനെടുക്കുന്ന പകയ്ക്ക് ഈ വിധിയോടെ അറുതിയാകുമോ, മാതൃകാപരമായ ശിക്ഷയുണ്ടാകുമോ തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ലേഡീസ് പാനലിൽ പരിശോധിക്കുന്നത്. സ്വാഗതം. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. ശ്രീ നിതിൻ, സൈക്കോളജിസ്റ്റ്, അഡ്വക്കേറ്റ് TB മിനി, അഭിഭാഷക, അഡ്വക്കേറ്റ് ബബില, ആക്ടിവിസ്റ്റ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീമതി TB മിനി, 2022 ഒക്ടോബറിൽ ഉണ്ടായ കേരളത്തെ നടുക്കിയ കൊലപാതകമാണ്. അതിലാണ് 2024 മെയ്യിൽ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കോടതി നടപടികൾ അതിവേഗം പുരോഗമിച്ചു. അതൊരു നല്ല സമീപനമായി താങ്കൾ കാണുന്നുണ്ടോ? ഇത്തരം കൊടും ക്രൂരകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ ശിക്ഷാ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവോ? പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ നിലയ്ക്ക് ശിക്ഷയും മാതൃകാപരമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുമ്പോൾ അതിന്റെ ഒരുപാട് തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കുറ്റക്കാരനായിട്ട് കണ്ടെത്തുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതൊരു കൊലപാതക കേസായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അതിന്റെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നടപടികളിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. എങ്കിലും പരമാവധി വേഗത്തിൽ ഇത്തരം കേസുകൾ തീർപ്പാക്കുന്നതാണ്. കാരണം ഒരു കോടതി തന്നെ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് വെച്ച് കാര്യങ്ങൾ തീർപ്പാക്കുന്നതാണ് കുറച്ചും കൂടി ഉചിതമായിട്ടുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതിന്റെ കോടതി നടപടികൾ ഒരു സാക്ഷി പോലും ഇല്ലാത്ത കേസായിരുന്നു. അതിനുശേഷവും ഈ നിലയിൽ വളരെ വേഗം വിചാരണ പൂർത്തിയാക്കി ശിക്ഷാ നടപടിയിലേക്ക് പോയത് മാതൃകാപരമാണ്. ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണ് ചെയ്തേക്കുന്നത്. അത് സാഹചര്യ തെളിവുകളും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ജഡ്ജ്മെന്റ് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേകിച്ച് ഇത്തരം പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ട് ഇതൊരു തരം മാനസിക രോഗമായിട്ട് മാറിയിരിക്കുകയാണ് സൊസൈറ്റിയിൽ. യൂത്തിനെ സംബന്ധിച്ച് ഇതൊരു ഒരു കേസല്ലല്ല, തുടർച്ചയായിട്ട് പിന്നെ ഇത്തരം ഇൻസിഡന്റ് തന്നെ മറ്റു ഇതുപോലത്തെ ആവർത്തിച്ച് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടി ഈ ഇത്തരം മെന്റൽ ഇൻസൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകൾക്ക് സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും പത്രങ്ങളിൽ വരികയും ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം ഇത്തരത്തിലുള്ള മാനസിക രോഗികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പെൺകുട്ടികളെ ആസിഡ് ഒഴിക്കുന്ന കേസുകളാണെങ്കിലും അല്ലെങ്കിൽ കൊലപാതകം ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തരത്തിലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. ആ കുട്ടിയും ഒരിക്കലും പ്രിക്കോഷൻ പോലും എടുക്കാൻ കഴിയാത്ത നിലയിൽ വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുകയും കൊല ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ഡെഡ്ലി പ്രണയം ഉണ്ടെന്ന് പോലും ആ കുട്ടിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി ഡെഡ്ലി പ്രണയം ഉണ്ടെങ്കിൽ പോലും പ്രണയം ഒരു സൈഡ് മാത്രം പോരല്ലോ, ഇരു സൈഡും വേണ്ടേ, എന്നാലല്ലേ അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തുള്ളൂ. പക്ഷെ അതിനു പകരം നിർബന്ധപൂർവം അത് പൂർണ്ണമായും ഇത് സൈക്കോ ആണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ ശിക്ഷ കിട്ടാത്ത സൈക്കോ അല്ല. അവരുടെ വെഞ്ചൻസ്, ഒരുതരം വൈരാഗ്യം, എനിക്ക് തന്നെ കിട്ടിയേ പറ്റൂ, ഞാൻ ആ നിലയിൽ ഡിസർവിങ് ആണ്, ഞാനല്ലാത്ത വേറൊരാളും ഇവര് സ്നേഹിക്കാൻ പാടില്ല,
ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇന്റൻഷനലായിട്ട് അവര് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് അവരെ കൊണ്ട് ഈ കൊലപാതകമൊക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ ഇയാൾക്കിത് ആ പെൺകുട്ടീനെ കൊല്ലുക എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇന്റൻഷൻ പൂർണ്ണമായും പ്രൂവ് ചെയ്യപ്പെടുകയും അതിന്റെ സർക്കംസ്റ്റൻസ് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും. നമുക്കൊപ്പം സൈക്കോളജിസ്റ്റ് നിതിൻ കൂടി ചേരുകയാണ്. ശ്രീ നിതിൻ, TB മിനി സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് ഇതൊരു മാനസിക രോഗമാണ് എന്ന തരത്തിൽ പറയുന്നുണ്ട്. പ്രണയം ഒരിക്കലും ഈ രീതിയിലുള്ള പകയാകില്ല എന്നത് സ്വബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നതുമാണ്. നമ്മൾ ഇവിടെ ഈ പ്രതിയുടെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഇന്നും വളരെ ഒരു തരത്തിലുമുള്ള കുറ്റബോധം അയാളുടെ മനസ്സിലില്ല. അയാൾ ഇതിനു മുൻപ് പോലീസിനോട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. താൻ കൂടിപ്പോയാൽ ഒരു ജീവപര്യന്തം കിട്ടും, അതിനുശേഷം ഇറങ്ങും, സാധാരണ ജീവിതം നയിക്കും എന്ന രീതിയിൽ സംസാരിച്ചിരുന്ന പ്രതിയാണ്. ഇപ്പോഴും വിചാരണ കാലയളവിലൊക്കെ ജാമ്യം കിട്ടാതെ ഇരുന്നിട്ട് പോലും അയാളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതിയിലും പുറത്തുമൊക്കെയുള്ള അയാളുടെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു മാനസിക രോഗമാണ് എന്ന് തന്നെ കരുതാവുന്ന സാഹചര്യമാണോ? ഇതിപ്പോൾ നമ്മൾ എല്ലാ കേസിലും പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല രീതിയിലുള്ള ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിലായാലും ഒക്കെ ഒരു മാതൃകയും ഒരു തെറ്റ് തിരുത്തലിനുള്ള സാഹചര്യവും ഒക്കെ സൃഷ്ടിക്കും എന്നതാണ്. ഈ പ്രതിയുടെ കേസിൽ എന്താണ്, അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അയാളുടെ ശരീരഭാഷയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ മാനസിക രോഗങ്ങൾ പലതരത്തിലും പല ആൾക്കാരിലുമാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിയുടെ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു റീമോസ്, ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള റെസ്പോൺസും ഈ വ്യക്തിയിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പം നമുക്കൊരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു റീമോസ് ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിൽ നമ്മളെ മാറ്റി നിർത്തുന്ന ഫാക്ടർ അതാണ്. അപ്പോൾ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളിൽ ഒന്നാണ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ ഈ റീമോസ് അല്ലെങ്കിൽ ഗിൽറ്റ് ഇല്ല എന്നുള്ളത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതുപോലുള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രൈമുകളിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോപ്പുലേഷൻ, ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ എപ്പോഴും എല്ലാ സൊസൈറ്റികളിലും അല്ലെങ്കിൽ എല്ലാ സമൂഹങ്ങളിലും ഇതുപോലുള്ള ഒരു വളരെ ചെറിയ മൈനോറിറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഈവിളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എല്ലാ കാലഘട്ടത്തും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അവരെ നന്നാക്കി എടുക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ലീഗലായിട്ടുള്ള ഇൻ്റർവെൻഷൻസും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റ് സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റ് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയുകയും അവരുടെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തെ കണ്ടാൽ മാത്രമേ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ തടയാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ ലീഗൽ പെർസ്പെക്റ്റീവിൽ മാത്രം ഇതിനെ മാക്സിമം പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതുപോലുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു അവയർനെസ് കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഏതൊക്കെ പേഴ്സണാലിറ്റി ടൈപ്പായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ക്രൈറ്റീരിയ വെച്ച് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ കൂടെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നേരത്തെ
ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അവരെ ലൈഫിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിനും കുറേ കൂടെ അവർക്ക് അവെയറായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനും കുറേ കൂടെ മീനിങ് ഫുള്ളായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനും അവരെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ച് വേണ്ടുന്ന രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനകത്ത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അറിയില്ല, ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പൊതുസമൂഹത്തിനൊരു നോളജ്, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അവർ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അതിനോട് സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സൊസൈറ്റി അതിനെക്കുറിച്ച് ഇൻഫോംഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്നത് കുറയ്ക്കാനും അല്ലെങ്കിൽ അത് ഒഴിവാക്കാനും സാധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും സമൂഹത്തിന് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കണമെന്ന ഒരു പോയിന്റാണ് ശ്രീ നിതിൻ ചൂണ്ടിക്കാട്ടുന്നത്. അഡ്വക്കേറ്റ് ബബില, ഇവിടെ ഇപ്പോൾ സാമൂഹിക മനോഭാവം മാറേണ്ടതുണ്ട് പ്രാധാന്യം നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആവർത്തിച്ച് പറയുന്നതാണ്. തിരസ്കരിക്കപ്പെട്ടാൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരായി കരുതുകയും അത് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ചിലരെയെങ്കിലും നയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. 2017 മുതലൊക്കെ ഉണ്ടായി നിരന്തരം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അപ്പോൾ സാമൂഹികമായ മാറ്റം സാധ്യമാകുന്നുണ്ടോ? ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു, അത് നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ പോലും ആ മാറ്റം സമൂഹത്തിൽ കണ്ടു തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും ഒടുവിൽ ഇന്ന് കർണാടകയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു കല്യാണം മുടങ്ങിയതിന് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിൻ്റെ വാർത്ത കൂടിയാണ് വരുന്നത്. ആ കുട്ടി മൈനറായിരുന്നു. അങ്ങനെ അധികൃതരുടെ കൂടി ഇടപെടലിൽ 2 വീട്ടുകാരും തീരുമാനിച്ച് കല്യാണം മാറ്റിവെക്കുകയാണ്. പക്ഷെ അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹമായി നമ്മൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക കൂടിയിട്ടുണ്ട്. ഓക്കെ, തീരെ ക്ഷമയില്ലാത്ത ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ ഇപ്പം ഓരോ കാര്യങ്ങളും വരുമ്പോൾ നോക്കേണ്ടതായിട്ട് വരുന്നത്. തീരെ ക്ഷമ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് തീരെ ക്ഷമയുള്ളതോ അല്ലെ അതിനനുസരിച്ച്, അതായത് ഇൻ ഫ്യൂച്ചർ അതിനെ നേരാക്കാം അങ്ങനത്തെ യാതൊരു ക്ഷമയുള്ള ഒരു തരത്തിലുള്ള യാതൊരു ഇതും അവർ കാണിക്കുന്നില്ല. ഇതിന് കൂടാതെ സാറ് പറഞ്ഞ പോലെ സ്കൂൾ മാർഗങ്ങളിൽ സ്കൂളിൽ നിന്ന് സൈക്കോളജി പരമായിട്ടുള്ള പാഠ്യേതര കാര്യങ്ങള് വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടികളോട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരെ അതിലേക്ക് ബോധവാന്മാരാക്കാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്തിട്ട് ജീവിതം സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ല ഒരു മഹത്തായിട്ടുള്ള ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിച്ചിട്ട് ഇതാക്കാം. കൂടാതെ ഫോറൻസിക് ജയിൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 1945 മുതൽ നമ്മളുടെ രാജ്യത്തുള്ളതാണ്. ഈ ഫോറൻസിക് എത്രത്തോളം ഫോറൻസിക് ജയിൽസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ പോലും. ഇത്രയും ഈ പറയുന്ന പോലെ കേരളം സാക്ഷരതാപരമാണ് എല്ലാം പറയുന്നുണ്ടല്ലോ. നമ്മളുടെ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗവൺമെന്റൽ പോളിസീസ് വെച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പറ്റാറില്ല. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിട്ടും ഈ ജയിൽസ് ഒന്നും യൂട്ടിലൈസ്ഡ് ആവുന്നില്ല. ഫോറൻസിക് ജയിൽസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് ജയിൽ എന്താണ്? ഒരാള് ജയിലിൽ കിടക്കുന്നു, അയാൾക്ക് ട്രീറ്റ്മെന്റ്, മെന്റൽ എബിലിറ്റി ശരിയല്ല, മെന്റൽ സ്റ്റാറ്റസ് ശരിയല്ലെങ്കിൽ അയാളെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് ഇറക്കി വിടേണ്ട ഇതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് അയാളെ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മെന്റൽ സ്റ്റാറ്റസ്, എബിലിറ്റി, സ്കിൽസ് എല്ലാം വർക്ക് ചെയ്ത് പുറത്തേക്ക് ഓപ്പൺ ജയിൽ സിസ്റ്റം ഒക്കെ ഈ പറയുന്ന ഫോറൻസിക് ജയിൽ സിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള അപ്ഗ്രേഡഡ് മോഡൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഫോറൻസിക് ജയിൽ 1947 മുതൽ ഈ പറയുന്ന പോലെ ഓളമ്പാറ ആയിക്കോട്ടെ, നമ്മളുടെ കോഴിക്കോട് ആയിക്കോട്ടെ, മെന്റൽ അസൈലങ്ങളിൽ ഈ പറയുന്ന ജയിലുകൾക്ക് സ്ഥലം വരെ ഉണ്ട്. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടുന്ന് എത്ര ഡോക്ടേഴ്സ്, MBBS ഡോക്ടർ അല്ലാത്ത എത്ര സൈക്യാട്രിസ്റ്റ് ഡോക്ടേഴ്സ് ജയിൽ വിസിറ്റ് നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗവൺമെന്റ് പോളിസി പോലും മര്യാദയ്ക്ക്
ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഒരു സിസ്റ്റത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചിട്ട്. നമ്മൾക്ക് ഓൾറെഡി ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട്, ആ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, ആ പ്രൊസീജിയേഴ്സിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോഴും പഴയ കാലഘട്ടങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ആ നിയമത്തിൽ കൂടെ പോകുമ്പോൾ പോലും ഈ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള നിയമങ്ങൾ വരുമ്പോ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധ വേണ്ട പോലെ ചെലുത്താറില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ കാര്യങ്ങളും കൂടി ഈ ഫോറൻസിക് ജയിൽ വേണ്ട പോലെ തന്നെ യൂട്ടിലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് വരികയും വീണ്ടും ഈ പറയുന്ന പോലെ സീരിയൽ ആയിട്ടുള്ള ക്രൈംസ് ചെയ്യാൻ അയാള് ഇതാവാതിരിക്കുകയും ചെയ്യും. ക്രൈം എങ്ങനെ തടയാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പറയാൻ പറ്റുന്നതാണ്, ചക്കയാണ് അല്ലല്ലോ, മനുഷ്യനല്ലേ, ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല എപ്പോഴും ചെന്നിട്ട്. പിന്നെ എല്ലാ മനുഷ്യരെയും നമ്മൾക്ക് സംശയാസ്പദമായിട്ട് നോക്കാൻ പറ്റില്ല. സോ ക്രൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്യുറൻസ് സംഭവിച്ചതിന് ശേഷം മാത്രം നമുക്ക് അയാളെ ക്രിമിനൽ ആണെന്നോ, അതും ഇത്രയും പ്രോസസ്സിലൂടെ പോയതിനു ശേഷം മാത്രമാണ് ക്രിമിനൽ ആണെന്നും കാര്യങ്ങളാണെന്നും പറയാൻ പറ്റുന്നത്. സോ ആ ഒരു കാര്യങ്ങള് പറയാൻ പറ്റുന്നതായിട്ടുള്ള സമയത്ത് പോലും അയാൾക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, മെന്റൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമ്മൾ ഫെസിലിറ്റേറ്റ് ആവുന്നില്ല എന്നുള്ള തരത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും സമൂഹത്തിൽ തെറ്റായ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ, വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ടി ബി മിനി, ഇവിടെ ഇപ്പോൾ പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാദം കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും ശിക്ഷാവിധിയിൽ പ്രഖ്യാപനം ഉണ്ടാവുക. പക്ഷേ ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ തന്നെ തനിക്ക് പരമാവധി ലഭിക്കാൻ പോകുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്നും അതിനുശേഷം താൻ സാധാരണ ജീവിതം നയിക്കും എന്നും പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പോലും പ്രതിക്ക് യാതൊരു തരത്തിലുമുള്ള പ്രതിയുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. പരമാവധി ശിക്ഷ, അത് അങ്ങനെ ഒരു ശിക്ഷയാണോ ഈ കേസിൽ ഉണ്ടാകേണ്ടത്? ഇത്ര ക്രൂരമായ കൊലപാതകം, കാരണം ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷവും ഇതുവരെയും യാതൊരു കുറ്റബോധവും ഇല്ലാതെ ആ പ്രതി തുടരുന്നു, തൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുകയൊക്കെയാണ്. അപ്പോൾ അത്തരമൊരു പ്രതിക്ക് പരമാവധി ശിക്ഷ എന്ന വാദത്തെ അഭിഭാഷക കൂടിയായ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോ തൂക്കുകയർ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ക്രിമിനൽസിന് ഈ ക്രിമിനൽസ് ഉണ്ടാകുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. എല്ലാ കേസുകളിലും നമുക്ക് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിന്റെ മാറ്റത്തിൽ, അഡ്വാൻസ്ഡ് സൊസൈറ്റി, സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ആരും തന്നെ ഈ കൊലയ്ക്ക് കൊല എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെ സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ കാണണം. അപ്പൊ ഞാൻ എല്ലാ കേസിലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ അതില് പറയും, ഈ സൗമ്യ കേസിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളായിരുന്നു ഞാൻ വ്യക്തിപരമായി. കാരണം അത് അത്രയും നീചമായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നീചമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. പക്ഷെ കൊലപാതകം എന്നതിന് നമുക്ക് എപ്പോഴും അങ്ങനെ കാണാൻ കഴിയില്ല. ഇത് ഒരു സഡൻ പ്രൊവോക്കേഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ കൊലപാതകങ്ങൾ സംഭവിക്കാം. അപ്പോ കോടതി അത് എങ്ങനെയാണ് അത് വിലയിരുത്തണമെന്ന് ഇന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ 13-ാം തീയതി ഇതിന്റെ വിധി വന്നു കഴിയുമ്പോൾ ആ ജഡ്ജ്മെന്റ് നമുക്ക് അത് അനലൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാനേ പറ്റൂ. ഇപ്പൊ നമ്മൾ ഇതുപോലൊരു ചർച്ചയിൽ പരമാവധി ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഒരു അഭിപ്രായം പറയുന്നത് അത് ഇമ്മച്ചുവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പറയേണ്ടതില്ല, നമ്മളെ പോലുള്ള ആളുകൾ പറയേണ്ടതില്ല. അത് ജഡ്ജിക്കും കോടതിക്കും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്രീഷിയേറ്റിംഗ് ദ എവിഡൻസ്, ജസ്റ്റ് കോർട്ട് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ലീഗലി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലൊരു അഭിപ്രായം പറയാൻ പാടില്ല. ഇന്നത്തെ ലീഗൽ സിസ്റ്റം അനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഇതില് അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടി തന്നെയാണോ ഇയാളുടെ മോട്ടീവ്? അതായത് ഇയാൾ നിരന്തരമായി ഒരു ക്രൈം ചെയ്യുന്ന ഒരാളാണോ? കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളാണോ? പർട്ടിക്കുലർലി ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണോ
മാത്രമുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാൾ ഇത് ചെയ്തിരിക്കുന്നത്? അങ്ങനെ കുറെ ആസ്പെക്ട്സുകൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇയാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക. അപ്പൊ ഞാൻ കാണുന്ന വേറൊരു കാര്യം, ഇപ്പൊ സൗമ്യ കേസ് തന്നെ എടുക്കാം. ഈ കേസിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അയാൾക്കൊരു പരമാവധി ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അയാൾ അപ്പൊ തന്നെ ഡെത്ത് ആയി എന്ന് വിചാരിക്കാം. പക്ഷെ അതിനേക്കാൾ ഇരട്ട ജീവപര്യന്തം അല്ലെങ്കിൽ മരണം വരെ അയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ശിക്ഷയാണ് അന്ന് അയാൾക്ക് കൊടുത്തത്. അപ്പൊ ആള് ജയിലിൽ, ഇപ്പൊ ചില ആളുകളൊക്കെ വേറെ രീതിയിൽ പറയും ഇത് ജയിലിൽ നല്ല സുഖമാണ്, നല്ല ഭക്ഷണം കഴിക്കാം. പക്ഷെ ജയിൽ ഈസ് ജയിൽ ഓൾവേസ്. പിന്നെ ജയിലിൽ തന്നെ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞില്ലേ, അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആരും ഒരു ക്രിമിനലായിട്ട് ജനിക്കുന്നില്ലല്ലോ, അവരുടെ സാഹചര്യങ്ങളാണ് അവരെ ക്രിമിനലാക്കി മാറ്റുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരാൾ ഒരു ക്രിമിനൽ മനോഭാവം കാണിക്കുന്നു എന്ന് കരുതി അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് നമുക്ക് മുദ്ര കുത്താൻ പറ്റില്ല. അപ്പൊ അയാൾ പറയാണ് ഇനിയും എനിക്ക് 14 വർഷം കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ ജീവിക്കാം എന്ന് പറയുമ്പോ അയാൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങനെയാണ് ഈ നമ്മുടെ നിയമ സംവിധാനത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചാണെങ്കിലും IPC അനുസരിച്ചാണെങ്കിലും ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ചാണെങ്കിലും ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു ക്രൈം ചെയ്യുന്നത്, അതായത് ആന്റിസിഡൻസ് ഇല്ലാത്ത, മുൻ ഇങ്ങനത്തെ ക്രൈമുകളൊന്നും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതൊരു ഹാബിച്വൽ ഒഫൻസ് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അത് ഒരു പർട്ടിക്കുലർ സമയത്തുണ്ടായ അല്ലെങ്കിൽ പർട്ടിക്കുലർ വിഷയത്തോടുണ്ടായിട്ടുള്ള വൈകാരികതയെ ബന്ധപ്പെട്ടാണെങ്കിൽ അയാൾക്ക് ഈ സൊസൈറ്റിയിൽ കണ്ടിന്യൂ ആയിട്ട് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അയാളെ കൊന്നുകളയുക എന്നുള്ളത് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലീഗൽ പ്രൊസീഡിങ്സ് ആയിട്ട് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാപിറ്റൽ പനിഷ്മെന്റിലേക്ക് പോകണം എന്നൊരു അഭിപ്രായം നമുക്ക് ഈ സ്റ്റേജിൽ പറയാനായിട്ട് സാധ്യമല്ല. പിന്നെ ഇത് റയറസ്റ്റ് ആണോ എന്നുള്ളത് കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു സർക്കംസ്റ്റൻസ് അതിലുണ്ട്. മാത്രമല്ല അയാൾ ഒരുപാട് കുത്തൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ പിന്നെ അയാൾക്കൊരു വേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പ്രോസിക്യൂഷൻ അത് കണ്ടെത്തി കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അതേസമയം എന്തായാലും കോടതി മാതൃകാപരമായ ശിക്ഷ അക്കാര്യത്തിൽ ഉറപ്പുവരുത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഞാൻ മറ്റതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വേണം. കാരണം നമ്മളൊക്കെ വിശ്വസിച്ച് നൽകുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് ഈ റോഷന്റെ അറസ്റ്റിലൂടെ നമുക്ക് മുമ്പിൽ വ്യക്തമായിരിക്കുന്നത്. എന്താണെങ്കിലും മലപ്പുറം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ അറസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുഖ്യ കണ്ണിയാണ് റോഷൻ. ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്യ, ഇന്ത്യക്കകത്തും പുറത്തുമായി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന കണ്ണി അബ്ദുൾ റോഷൻ റിമാൻഡിൽ. കർണാടകയിലെ മടിക്കേരിയിൽ നിന്നാണ് അബ്ദുൾ റോഷൻ അറസ്റ്റിലായത്. 40,000 സിം കാർഡുകൾ, 150 മൊബൈൽ ഫോണുകൾ, ബയോമെട്രിക് സ്കാനറുകൾ എന്നിവയും ഇയാളിൽ നിന്ന് കണ്ടെത്തി. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ വർഷം മാർച്ച് മാസം 1-ാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാൾ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ നിതിൻ, ഇവിടെ ഈ പ്രതി പെട്ടെന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രകോപനം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ വൈകാരിക നിമിഷത്തിൽ ചെയ്തു പോയൊരു കുറ്റകൃത്യമാണ് ഇത് എന്ന് നമുക്ക് പറയുക വയ്യ. കാരണം ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ആയുധം സ്വയം നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പ്രതി ഏർപ്പെട്ടിട്ടുണ്ട്. 5-ാം പാതിര എന്ന് പറയുന്ന ഒരു സിനിമ, അത് മാതൃകയാക്കിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വേഷവും ഉപകരണങ്ങളും ഒക്കെ ആ രീതിയിൽ സജ്ജീകരിച്ചിരുന്നു. അതിനുശേഷവും പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും മനോനിലയിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർ ഒന്നുകിൽ ആത്മഹത്യാശ്രമമോ അല്ലെങ്കിൽ കുറ്റമേറ്റുപറയൽ തുടങ്ങിയ
രീതികൾ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ പ്രതി ഇത് തന്നെ ബാധിച്ച ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ എത്തുകയും മറ്റൊരു കടയിൽ അച്ഛനൊപ്പം സഹായിയായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസ് ഇത് കുറ്റകൃത്യം കണ്ട് അറിഞ്ഞ് അന്വേഷിച്ച് പിന്നീട് പിടിക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് ഇദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ എന്താണ് എന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ചെയ്ത കൊലപാതകമാണ് ഇത് എന്നല്ലേ വ്യക്തമാകുന്നത്. അത് ഈ പ്രണയപ്പക എന്ന രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് മറ്റൊരു കുറ്റകൃത്യ വാസന കൂടിയായി നമ്മൾ കാണേണ്ടേ? തീർച്ചയായിട്ടും ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്, പുറത്തു വന്ന എവിഡൻസുകളും മറ്റ് സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ തന്നെ പെട്ടെന്നൊരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല. വളരെ ഗ്രാജുവലായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി പോലത്തെ ഡിസോർഡറുകളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തി നേരത്തെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും. നമുക്കറിയില്ല ബാക്കിൽ എത്രത്തോളം ഹിസ്റ്ററിയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്താലേ ആ വ്യക്തിയുടെ മുൻപേ ഉള്ള മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഈ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ പുള്ളിക്കാരൻ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ തന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മുളച്ചു വരുന്നതല്ല. പാർഷ്യലി ഇൻബോൺ ആയിട്ട് വരുന്നതാണ്, പാർഷ്യലി ബൈ നർച്ചറിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് മാറ്റിക്കളയുക അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുന്ന പോലെ എടുത്ത് മാറ്റിക്കളയുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പൊതുവിൽ വളരെ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് സൈഡിൽ നോക്കുമ്പോൾ വളരെ ടഫായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ കൂടെ ഉള്ളൊരു ഓപ്ഷൻ, ഇതിൻ്റെ ഒരു വേ ഔട്ട് എന്ന് പറയുന്നത് നമ്മളിതിനെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിടപെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ വിവാഹ ജീവിതത്തിനോടുള്ളൊരു താല്പര്യം പൊതുവിൽ കുറഞ്ഞു വരുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. വിവാഹ ജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ കുറേ കൂടെ കെയർഫുള്ളായിട്ടും കുറേ കൂടെ ഓണസ്റ്റായിട്ടും സീരിയസ് ആയിട്ടും ചിന്തിച്ച് അതിനോട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്കുണ്ടാകും. അപ്പോൾ ഇത് സൊസൈറ്റിയെ നെഗറ്റീവായിട്ടല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റുവാനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറേ കൂടെ കെയർഫുൾ ആക്കാനും അതേസമയം നമ്മുടെ ലൈഫ് കുറേ കൂടെ ബെറ്ററായിട്ട് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. അല്ലാതെ ഇതുപോലുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേട്ട് നമ്മുടെ ലൈഫ് മുഴുവനും സ്പോയിലായി നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്, നമ്മുടെ സൊസൈറ്റി അനാർക്കിയിലേക്ക് പോവുകയാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ലൈഫ് മാക്സിമം ഓണസ്റ്റായിട്ടും സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും കണ്ടുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു മീനിങ്ങും സിഗ്നിഫിക്കൻസും ഓരോ മേഖലയിലും കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്കുണ്ടാവും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാ കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. പക്ഷെ അതിനോടുള്ള നമ്മുടെ സമീപനം നമ്മൾ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്ത് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ അതിനുള്ള അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ശ്രീദീൻ, ഒരു പുരുഷാധിപത്യ ബോധം കൂടി ആ പ്രതിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമൂഹം ചാർത്തിക്കൊടുത്തതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊരു വ്യക്തിയുമായി സ്നേഹബന്ധത്തിൽ ഈ പെൺകുട്ടി ഏർപ്പെടുന്നത് തീർത്തും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ആ പ്രതിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അവരെ പലതവണ ആ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് വലിയ അപകർഷതാബോധമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായി വളർന്നാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത് എന്നതുകൂടി ഉണ്ട്. അത് സമൂഹം എത്രമാത്രം മാറേണ്ടതുണ്ട്, സമൂഹത്തിൻ്റെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്കിനെ കൂടി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ജെൻഡർ വൈസ് ഈ ഇഷ്യൂ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കേസിൽ നമുക്കറിയാം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകളിൽ കൂടുതലും എബോവ് 75% ആൾക്കാർ മെയിൽസാണ് കമ്മിറ്റഡ് ആകുന്നത്. അതേസമയം നമ്മുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള കേസിലെടുക്കുമ്പോൾ കൂടുതലും ഫീമെയിൽസാണ്. അവിടെ ഒരു ജെൻഡർ അസിമെട്രി ഉണ്ട്. എപ്പോഴും ഈ വയലൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ കൂടുതലും മെയിൽ സൈഡിലാണ് വരുന്നത്. അതേസമയം മറ്റ് വെർബലായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള
എക്സ്പ്രഷൻസും റിയാക്ഷൻസും ആണ് ഫീമെയിൽ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ സൊസൈറ്റി ആ ഒരു ഡിഫറൻസിനെ സീരിയസ് ആയിട്ട് എടുക്കുകയും അവ കുറേ കൂടെ ഹാർമോണിയസ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സീരിയസ് അപ്രോച്ച് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവായിട്ട് നമ്മൾ മെയിൽ ഫീമെയിൽ ഒരു കോമ്പറ്റീഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ ജെൻഡറിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. വളരെ കോപ്പറേറ്റീവായിട്ട് കളക്റ്റീവായിട്ട് നമ്മുടെ ഒരു ലൈഫിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലൈഫിനെ മാരിറ്റൽ ലൈഫിനെ കാണുകയാണെങ്കിൽ, സൊസൈറ്റി ആ രീതിയിൽ വ്യൂ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് ബബില, ഈ സാമൂഹികമായിട്ടുണ്ടാകേണ്ടുന്ന മാറ്റം, പുരുഷാധിപത്യ സമൂഹത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും അവശേഷിക്കുന്നത് വലിയ രീതിയിൽ ഇത്തരം സംഭവങ്ങളെ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള മെസ്കുലിനാലിറ്റി പ്രോബ്ലമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്നത്. നമ്മളിപ്പോൾ +2 SSLC ഫലപ്രഖ്യാപനമൊക്കെ വന്നു, A+കളൊക്കെ ആഘോഷിക്കപ്പെടുകയാണ്. പക്ഷേ നമ്മളുടെ പുതുതലമുറയിലെ കുട്ടികൾക്ക് അവരുടെ തുല്യത, മറ്റുള്ള ജെൻഡറിനെ ആ രീതിയിൽ തന്നെ കാണുക, അവരെ ബഹുമാനിക്കുക, അങ്ങനെയുള്ള എത്ര ക്വാളിറ്റി ഈ പഠിച്ചിറങ്ങുന്ന A+കൾ വാരിക്കൂട്ടുന്ന കുട്ടികൾക്കുണ്ട് എന്നത് നമുക്കിപ്പോഴും അറിയില്ല. പലരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളുടെ വ്യവസ്ഥിതികൾ, സമൂഹമൊക്കെ എങ്ങനെ മാറണം? ഇത്തരം സംഭവങ്ങളെ ഒരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ ആ ഒരു മാറ്റം സമൂഹത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നത് മിക്കവാറും ഒരു 8 മണിക്കൂറോളം അല്ലെങ്കിൽ 6 മണിക്കൂറോളം നമ്മൾ ചെലവാക്കുന്ന സ്കൂളുകളിൽ നിന്ന് ആണ് ഇമോഷണലി ഒരു ബാലൻസിങ് എന്തായാലും കുട്ടിക്ക് ലഭിക്കേണ്ടത് എന്നാണ്. കാരണം നമ്മൾ ബാക്കി സമയം ചെലവാക്കുന്ന ഫാമിലികളിൽ ഒത്തിരി ഫാമിലികളിൽ ഇന്ന് സംഭവിക്കുന്നതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇമോഷണലി ഇംബാലൻസിങ് ആവുന്ന ഒരു സമൂഹത്തിനെ, അതായത് വളരെ നല്ലവണ്ണം ഇപ്പം ഡിവോഴ്സ് ആയിട്ടുള്ള അച്ഛനും അമ്മയുള്ള ഒരു വീട്ടില് അവിടെ കേസ് നടക്കുമായിരിക്കും, കാര്യങ്ങൾ നടക്കുമായിരിക്കും. അവിടെ കൊച്ചിനെ നോക്കാനുള്ള ഗ്രാൻഡ് പാരന്റ്സിനായിരിക്കും. അവർക്കും ഈ പറയുന്ന പോലെ വൈയായിക കാര്യങ്ങളുമായിട്ട് അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് സ്കൂളിലേക്ക്. അപ്പൊ സ്കൂളിൽ ഈ ഇടപെടുന്ന കുട്ടികളോട് ടീച്ചേഴ്സിന് അവിടെ ഉണ്ടാവുന്ന ഓരോരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിന് മനസ്സിലാകുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ആ സ്കൂളിൽ സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പോസ്റ്റ് എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ടും പ്ലീസ് ദയവ് ഇത് കൊടുക്കൂന്നും പറഞ്ഞ് എല്ലാ ഈ പറയുന്ന പോലെ വാർത്താ ചാനലുകളിൽ ചെന്നിട്ട് നമുക്ക് പറയുക എന്നുള്ളതല്ലാതെ നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം പഠിച്ച് ആ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ പറയുന്ന കൊച്ചുകുട്ടികളുടെ മാനസികാവസ്ഥയെ കൊടുക്കുകയും അവർക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം ഹിസ്റ്ററി എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാരുടെ മുന്നിലാണെങ്കിൽ ആ ബാലൻസ്ഡ് ഇല്ലാത്ത ആ ഇമോഷണൽ ബാലൻസ് ഇല്ലാത്ത ഹിസ്റ്ററി ഉണ്ടാവുന്ന ആ മെന്റൽ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കുട്ടിയെ നമുക്ക് കാര്യമായിട്ട് കണ്ടുപിടിക്കുകയും അവന്റേതായിട്ടുള്ള പ്രോബ്ലംസിനെ നമ്മൾക്ക് തന്നെ ക്യാരി ഔട്ട് അത്തരം സാഹചര്യങ്ങൾ കൂടുതലായി ഉണ്ടാകണം എന്നതാണ്. ഞാൻ ഇടപെടുന്നത് സമയപരിമിതി കൊണ്ടാണ്. അഡ്വക്കേറ്റ് ബബില, അഡ്വക്കേറ്റ് TB മിനി, താങ്കൾക്ക് ഇക്കാര്യത്തിൽ ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിത് ഏതെങ്കിലും ഒരു ജെൻഡറുമായി മാത്രം കൂട്ടിക്കെട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഷാരോൺ കേസിൽ ഉൾപ്പെടെ നമ്മൾ മറിച്ചുള്ള സാഹചര്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജെൻഡറുമായി മാത്രം ബന്ധപ്പെട്ടുള്ള വിഷയമല്ല, മറിച്ച് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു ഭാഗം അവരെ ഏതെങ്കിലും തരത്തിൽ തേപ്പിന് കിട്ടിയ പണി അല്ലെങ്കിൽ ചതിക്ക് കിട്ടിയ സമ്മാനം, ആ രീതിയിലൊക്കെ വളരെ നിസാരവൽക്കരിച്ച് കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആവർത്തിച്ചുള്ള സംഭവങ്ങൾ, അതിൽ നടത്തുന്ന ബോധവൽക്കരണം, ചർച്ചകൾ, അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അത്തരം കാഴ്ചപ്പാടുകൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ? അതിലെ ഒരു സാമൂഹ്യ ബോധം ഇല്ലാത്ത ഒരു യുവ തലമുറയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വലിയ പ്രശ്നം. ഇപ്പൊ യുവതലമുറയിൽപ്പെട്ട ആളുകളെല്ലാം ഇന്ത്യയിൽ നിന്ന് പോകുന്നു, അവര് പഠിക്കുന്നു, അവരെന്തൊക്കെയോ പഠിക്കുന്നു. അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ സമ്പത്ത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അവരുടെ
ക്വാളിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ അവരെ സഹായിക്കുന്നു എന്ന് വരുമ്പോഴും എന്തുകൊണ്ട് ആളുകൾ ഇന്ത്യയിൽ നിന്ന് ഇത്രയും അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ യൂത്ത് ഇങ്ങനെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നു? അതൊരു 10-50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്തരം വിഷയങ്ങളോട് അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനോഭാവം സൊസൈറ്റിയിൽ വലിയ രീതിയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, നേരത്തെ നമ്മൾക്കറിയാലോ 70കളിലൊക്കെ നിരാശ കാമുകന്മാരുണ്ടായിട്ടുണ്ട്. അവരാരും തന്നെ ആക്രമിച്ച് കാമുകിയെ കൊല്ലല്ല, സ്വയം കൊല്ലുന്ന ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നു. അതേസമയം ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിന് നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ഇത് പരിഹരിക്കാനോ ഒരു അഭിപ്രായം പറയാനോ, ഇതിൽ ഒരുപാട് ആളുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന്റെ, സർക്കാർ തന്നെ നല്ല രീതിയിലൊരു പഠനം വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തണം. അല്ലെങ്കിൽ സമൂഹത്തിന് ഇതൊരു വലിയ ദോഷമായി മാറാൻ പോകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും ആ തരത്തിൽ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന വിഷയമാണ് എന്നതാണ് അഡ്വക്കേറ്റ് ടി ബി മിനി ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ് കോടതി പ്രഖ്യാപിക്കുക. എന്തായാലും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.